ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ലോങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് അതൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ലോങ് വീഡിയോസും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങൾക്ക് ബോറടിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞു വീഡിയോ ആയിട്ട് കുട്ടി വ്ളോഗായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ലോങ് വീഡിയോസ് എന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നവർക്കതൊരു ബോറടിയായിട്ട് തോന്നിയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുക, വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വ്ളോഗിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റാക്കി അറിയിക്കാനും മറക്കരുത്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ രാവിലെ തന്നെ ഫ്രഷപ്പൊക്കെ ആയിട്ട് നേരെ അടുക്കളയിൽ വന്ന് ഒരു അടിപൊളി ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടയ്ക്ക് കട്ടൻ കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോയുടെ ഒറിജിനൽ വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് വീഡിയോ എന്ന് നിങ്ങൾ പറയുക കേട്ടോ. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പറയുക, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയുക കേട്ടോ. ഇപ്പോൾ രാവിലെ ചായ ഇട്ടിട്ട് കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചപ്പാത്തി എടുക്കുക കേട്ടോ. വാങ്ങിച്ച ചപ്പാത്തിയാണേ, നമ്മളില്ല കവറിൽ വാങ്ങിക്കത്തില്ലേ, ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി എന്നൊക്കെ പറയുമ്പം. അത് പക്ഷേ കൂടുതലും മൈദയാണെന്നാണ് തോന്നുന്നത് അത് കണ്ടിട്ട്. എനിക്ക് പക്ഷെ അത്ര തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചേട്ടായിയാണ് കൂടുതലും കഴിക്കുന്നത്. ഞാൻ രാവിലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചപ്പാത്തി അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞും ഒക്കെ ഇരുന്ന് ചായ കുടിക്കുക. ചേട്ടായി കട്ടൻ കുടിക്കുക. നീലൂസ് എണീറ്റിട്ടില്ല കേട്ടോ. നീലൂസ് നല്ല ഉറക്കത്തിലാണ്. എണീക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ നല്ല മൂഡിലാണെങ്കിൽ നല്ല രീതിയിൽ ചിരിച്ചോണ്ടൊക്കെ എഴുന്നേറ്റ് വരും. അല്ലെങ്കിൽ ഭയങ്കര നിർബന്ധത്തിലൊക്കെ അങ്ങനെ കിടക്കും കേട്ടോ, പുതച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം ആ ഒരു ഇടത്തെ വാക്കിന് കിടക്കുക, എഴുന്നേൽക്കുന്നില്ല വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനലിലെ വീഡിയോസിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹൈപ്പ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കുക. ചേട്ടായി എൻ്റെ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്തോണം, എന്നാൽ മാത്രമേ ചേട്ടായിയുടെ വീഡിയോയ്ക്ക് ഞാൻ ഹൈപ്പ് തരൂ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹൈപ്പൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം കമൻറ്റ്സ് വരുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ അതിൽ ഓരോ കറക്ഷൻസൊക്കെ പറഞ്ഞു തരുമ്പോഴും ഇന്ന രീതിയിൽ ചെയ്യാൻ പറയുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി. ഇനിയും നിങ്ങളുടെ ഇങ്ങനെ ഈ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തിയും മീൻകറിയാണ്. മെനിഞ്ഞാന്ന് വെച്ച മീൻകറിയാണ്, നമ്മുടെ മുളക് മീൻകറി. അങ്ങനെ നീലൂട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി അംഗൻവാടി വിടാനായിട്ട്. ഇന്ന് പാൻറ്റ് ഇട്ടുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സാധാരണ നിക്കറും ടീഷർട്ടും ഇട്ടുകൊണ്ട് പോകുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു പാൻറ്റ് ഇട്ടുകൊണ്ട് പോകുന്നത് നീലൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും നിക്കറിട്ട് പാൻറ്റ് ഇടാനായിട്ട് ഇപ്പോൾ കൊതിയാണ്. അപ്പം ഇന്ന് പാൻറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അവനെ റെഡിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഞാൻ. അവന് രാവിലെ ഒരു മുട്ട കൊടുത്തിട്ട് ഞാൻ വിടും കേട്ടോ. ഒരു പുഴുങ്ങിയ മുട്ട കൊടുത്തിട്ട് ഒരു മുട്ട ഫുള്ള് കഴിപ്പിച്ചിട്ട് വിടും. അവിടെ ചെല്ലുമ്പം 10-10:30 ആകുമ്പോഴത്തേനും കാപ്പിയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഇഡലി, ദോശ, പുട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ നീലൂട്ടനുള്ള മുട്ട ഞാനിവിടെ 4ആയിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവന് കഴിക്കാനായിട്ട് പറ്റും. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ പാടായിരിക്കും, മൊത്തം കഴിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു ഐഡിയയാണ് നോക്കുന്നത്. അപ്പോൾ അവന് മുട്ടയൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് ചേട്ടായിയുടെ ഷർട്ട് തേക്കുവാണേ. സാധാരണ എല്ലാ ദിവസങ്ങളിലും ചേട്ടായിയാണ് ഷർട്ട് തേക്കാറ്.
പക്ഷേ ഇന്ന് ഞാനിപ്പം ഫ്രീ ആയതുകൊണ്ട് പറഞ്ഞു ഇന്ന് നീ തേക്കാൻ പറഞ്ഞു. ചേട്ടായി കഴിക്കട്ടെ. കുറച്ച് ലേറ്റായി പോയി കേട്ടോ ചേട്ടായി റെഡി ആയിട്ട് വന്നപ്പോഴത്തേനും, കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും. അപ്പം ഞാൻ കഴിക്കാം, നീ ഷർട്ട് തേച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ ഷർട്ടൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നു. കൂടെ ഞങ്ങൾ കാര്യമൊക്കെ പറയുന്നുണ്ട്. ചിലപ്പം വ്ളോഗിൽ നിങ്ങൾക്ക് കാര്യം എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ കേൾക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനത് മ്യൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ പറയണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഓൺ വോയിസ് അങ്ങനെ സംസാരിക്കുന്നതൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം, ഞാനത് മാറ്റുന്നില്ല. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോകളും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ തൊട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൺ വോയിസ് ശരിക്കും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വോയിസിൽ കട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് പഴയതുപോലെ തന്നെ സംസാരിക്കാം. പറയുക, നിങ്ങളെങ്ങനെ വേണമെന്ന് പറയുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് സജഷൻസ് വരാറുണ്ട് കേട്ടോ. വീഡിയോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം പറയുക, അതുപോലെ നമുക്ക് വീഡിയോസ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ചേട്ടായിയുടെ മൈക്ക്, അതേപോലെ തന്നെ ക്യാമറയുടെ കവറ്, ആ സാധനങ്ങളെല്ലാം ഒരു ചെറിയ സ്റ്റൂൾ അവിടെ ഇട്ടിട്ടുണ്ട്. ആ സ്റ്റൂളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ബോർഡുകളുണ്ടല്ലോ താഴെ ഇരിക്കുന്നത്, അതെല്ലാം ഒരു സൈഡിലോട്ടങ്ങ് നീക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും. നീലൂട്ടൻ്റെ കുപ്പിയും സ്പ്രേ ബോട്ടിലും ഒക്കെ ഇവിടെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതും തേക്കാനായിട്ട് ഉപയോഗിക്കുന്നതും എല്ലാം. അപ്പോൾ ദാ രണ്ടുപേരും പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. 10 മണി ആയതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര വെയിലാണേ, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തത്ര വെയിലും ചൂടുമാണ്. അപ്പം അവർ രണ്ടുപേരും പോകാനായിട്ട് ഇറങ്ങി. നീലൂട്ടൻ രാവിലെ സൈക്കിളൊന്നും എടുത്തായിരുന്നു, അപ്പോൾ അത് ഒതുക്കി വയ്ക്കുന്ന കാര്യം പറഞ്ഞതാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കലത്തേനുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. തേങ്ങ തിരുവുന്നത് നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് ചമ്മന്തിയാട്ടോ. ചമ്മന്തിയും പയർ മെഴുക്കുവരട്ടിയും ചോറ് ഇന്നലെ വെച്ച ചോറ് ബാക്കിയുണ്ട്. എനിക്കും ചേട്ടയും കഴിക്കാനായിട്ടുള്ള ചോറുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ചൂറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുക കേട്ടോ. ചമ്മന്തിക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സവാള, ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തേ. ഒരു കുഞ്ഞ് സവാള, പിന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ നമ്മുടെ പുളിയുണ്ടല്ലോ, വാളൻപുളി, പിഴിപുളി എന്നൊക്കെ പറയുന്നത്, ആ പുളി, പിന്നെ ഉപ്പ്, മുളക് പൊടി, ഇത്ര സാധനങ്ങളാണ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ അരച്ചങ്ങോട്ട് കുഴച്ച് മിക്സ് ചെയ്തങ്ങോട്ട് എടുക്കും. പച്ചമുളക് ഇടുന്നതൊക്കെ നല്ല രുചിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എരി കൂടുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടില്ല കേട്ടോ. പിന്നെ പയർ അമ്മ കൊണ്ടുവന്നതാണേ. വീട്ടിൽ എൻ്റെ അമ്മ വന്നപ്പോൾ പയർ കൊണ്ടുവന്നായിരുന്നു. അമ്മ നട്ട പയർ, ചെടിയിലെ പയറാണ് കേട്ടോ. നീലൂട്ടന് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ നീലൂട്ടൻ അംഗൻവാടി പോയി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കാണത്തില്ല. എന്നാലും കുഴപ്പമില്ല, ഞാനും ചേട്ടയും കഴിച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കും കേട്ടോ നീലൂട്ടന് കൊടുക്കാനായിട്ട്. അവനായിട്ട് കൊണ്ടുവന്നതല്ലേ, അപ്പോൾ അവന് കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ. ഞാൻ ഇടയ്ക്ക് പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നുണ്ട്. നല്ല തണുത്തിരിക്കും കേട്ടോ. തണുപ്പ് എല്ലാം കൂടി എടുത്ത് കുടിക്കുമ്പോഴത്തേനും ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പനിയോ എന്തെങ്കിലുമൊക്കെ വരും. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ജോലിയുടെ ഇടയ്ക്ക് അതും നടക്കുമല്ലോ. അങ്ങനെ പയറൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് അങ്ങോട്ടിട്ടു. ഞാൻ മുളകും ഒന്നും ഇട്ടിട്ടില്ല, പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. എരിയില്ലാതെ വെക്കുന്നത് കാരണം നീലൂട്ടനൂടെ കഴിക്കണമല്ലോ. ഇല്ലെങ്കിൽ അവൻ ഒരു നുള്ള എരി അതിനകത്തുണ്ടെങ്കിൽ അവൻ കഴിക്കത്തില്ല. ഇതാവുമ്പോൾ അവൻ പറക്കി കഴിച്ചോളും. പയർ മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അടുക്കള ഒതുക്കിയതിന് ശേഷം ഞാൻ തൂത്തു വരാനായിട്ട് വന്നു കേട്ടോ.
നീലൂട്ടനെ വിളിക്കാൻ പോകണം. അങ്ങനെ ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഷൂ എല്ലാം എപ്പോഴും ഇടാത്ത ഷൂവും ചെരുപ്പും ഒക്കെ ചേട്ടായിടത് അപ്പുറത്തെ സൈഡിൽ ബാക്ക് സൈഡിലായിട്ട് കൊണ്ടുവന്ന് ഒതുക്കി വെക്കാമെന്ന് വെച്ചു. ഫ്രണ്ടിലിങ്ങനെ ആ വെള്ള ടൈല് അഴുക്കാക്കണ്ട, മണ്ണും പൊടിയാക്കി ഇടണ്ടെന്ന് വിചാരിച്ചു. വലിച്ച് നിരത്തി ഇങ്ങനെ ഇടണ്ടല്ലോ. അപ്പം ഹാളും റൂമും എല്ലാം തൂത്തുവാരിയതിന് ശേഷം ഞാൻ കൊണ്ടിട്ടിരുന്ന ഷൂവും ചെരുപ്പും എല്ലാം കൂടി ഈ ഒരു സൈഡിലായിട്ട് കൊണ്ടുവച്ചു കേട്ടോ. നാളെയോ ഒക്കെ ആയിട്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് കഴുകിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ വൃത്തിയായിട്ടിരുന്നോളുമല്ലോ. ഈ ഒരു സൈഡിൽ 1 മണി കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് തൂത്തുവാരി കഴിഞ്ഞിട്ട് ഞാൻ നേരെ തുണി നനയ്ക്കാനായിട്ട് വന്നേ. തുണി നനയ്ക്കാൻ ഇവിടെ ഇരുന്നാട്ടോ തുണി നനയ്ക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇരുന്നാട്ടോ തുണി നനയ്ക്കുന്നത്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് തുണി നനച്ചതിന് ശേഷം പെട്ടെന്ന് തുണി നനയ്ക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട് തുണി നനയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. കാരണം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് തുണി നനയ്ക്കുന്നത്. വേറെ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരെ ഇങ്ങനെ ഇറങ്ങും തുണി കഴുകാനായിട്ട്. ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. നീലൂട്ടനെ വിളിക്കാനായിട്ടൊരു 2:30 2:45 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം വീട്ടിൽ നിന്ന്. എന്നാലേ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് പിടിച്ച് അവിടെ ഇറങ്ങി അവനെ വിളിച്ച് തിരിച്ചു വരാനായിട്ട് പറ്റൂ. സമയത്തിന് വിളിക്കാനായിട്ട് പറ്റും. വരുമ്പോൾ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല തിരിച്ച് വരുമ്പോൾ. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ കറക്റ്റ് ടൈമിൽ പോകണമല്ലോ. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. ചേട്ടായി ഒരു 2 മണി ആയപ്പോഴത്തേനും വന്നിട്ട് കഴിച്ചിട്ട് തിരിച്ചു പോയി. നീലൂട്ടനെ വിളിച്ച് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ചേട്ടായി തിരിച്ച് പിന്നെയും ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീലൂട്ടൻ വന്നപ്പം നീലൂട്ടൻ്റെ മ്യാവും ഇവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ മ്യാവുമാണേ അത്. അപ്പോൾ അവനെ തൊടണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് കടിക്കും, അതുകൊണ്ട് തൊടണ്ടെന്നിങ്ങനെ പറഞ്ഞു. അപ്പം പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ തൊട്ടതൊന്നുമില്ല. ഇവനാണെങ്കിൽ ഈ പൂച്ചക്കുട്ടിയാണെങ്കിൽ ഇവിടുന്ന് ഇപ്പം പോകുന്നില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കേക്കൊക്കെ കൊടുത്തതുകൊണ്ടേ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നീലൂട്ടൻ സൈക്കിളെടുത്ത് വെളിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തോട്ട് കുറച്ച് നേരം പോയി ഇരിക്കാമെന്ന് വിചാരിച്ചേ. റോഡിലോട്ട് പോകുന്നോന്ന് അറിയത്തില്ലല്ലോ. ഇവിടെ ഇട്ട് സൈക്കിൾ ചവിട്ടാൻ നല്ല രസം കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ റോഡിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. ഞാൻ ചേട്ടായി അകത്തിരുന്ന വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. ചേട്ടായി വൈകിട്ട് വന്നിട്ടുണ്ട് ജോലി കഴിഞ്ഞ്. വീഡിയോ എടുക്കാനായിട്ട് ചേട്ടായി ഇപ്പോൾ പോവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം.